ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ കൊണ്ടോട്ടി എയർപോർട്ടിന്റെ അടുത്താണുള്ളത്. ഇന്ന് ഇവിടെ ഒരു അപകടം സംഭവിച്ചു. അതിനെ പറ്റിയിട്ട് വിവരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എയർപോർട്ടാണ് ആ ബാക്കിൽ കാണേണ്ടില്ല. അപ്പോൾ ഇന്നിവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം നമ്മളവിടുത്തെ ഈ വാർഡിലെ മെമ്പറാണ്, പഞ്ചായത്ത് മെമ്പർ. ഒരു കാര്യങ്ങൾ പറയും. ഇന്ന് പുലർച്ചെ 2:30-2:45 2 പേര് ഇവിടെ രാത്രി വന്നിട്ട് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി വന്നാണ് എയർപോർട്ട്. ഈ സ്ഥലത്ത് നിന്ന് കാല് തന്നെ താഴേക്ക് വീണു. പോലീസുകാരെ അടുത്ത് ഇവർ വിവരം അറിയിക്കുന്നത് 5:30 മണിക്കാണ്. പോലീസ് സ്റ്റേഷനിൽ 5:30 മണിക്ക് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സും റോമാക്കാരന്റെ വളണ്ടിയേഴ്സും നാട്ടുകാരൊക്കെ എത്തിയിട്ട് ആണ് രക്ഷപ്പെടുത്തിയത്. അപ്പോഴേക്കിന് മരണം സംഭവിച്ചിട്ടുണ്ട്. കാരണം കഴുത്തിന് ഒരു മരത്തിന്റെ കഷ്ണം കയറിയിട്ട് ബ്ലീഡിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ കുറച്ച് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ആളെ രക്ഷിക്കാമായിരുന്നു. പക്ഷെ എന്താ ചെയ്യാ, നമ്മള് 2 മണിക്ക് ഇവിടെ ആള് വരും. രാത്രി എന്നല്ല, ഇവിടെ ഫുൾ ടൈം 24 hours ആൾക്കാരുള്ള സ്ഥലമാണ്. അപ്പൊ ഇവിടെ സുരക്ഷാ കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പാണ്, അത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പാണ്. അപ്പൊ ഇവിടെ നമുക്ക് പഞ്ചായത്തിന്റെ ഒരു ബാരിക്കേഡ് കെട്ടലോ അതൊന്നും ഈ സ്ഥലത്തിന്റെ ആളുകളെ അനുമതി കിട്ടാതെ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട്. ആളുകളെ ആയിട്ട് CI മുമ്പ് സംസാരിച്ചിരുന്നു. അതിൽ ബാരിക്കേഡ് കെട്ടാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ട് അതൊന്നും വിജയിച്ചിട്ടില്ല. അതായത് ഈ എയർപോർട്ടിലേക്ക് ഈ റൺവേന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മണ്ണെടുത്ത സ്ഥലം ഇവിടുന്ന് മണ്ണെടുത്തിട്ട് നല്ല വലിയൊരു കുണ്ട വെള്ളം അടിച്ചിട്ട് വരിക, അല്ലെങ്കിൽ MDMA കഞ്ചാവ്. ഇപ്പൊ സ്റ്റേഷനിൽ ഇവിടുന്ന് ഒരുപാട് ആൾക്കാരെ പിടിച്ച കേസുകൾ സ്റ്റേഷനിലുണ്ട്. നാട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഇവിടെ തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ വീട്ടിലെ ടോയ്ലറ്റ് യൂസ് ചെയ്തിട്ട് വയ്ക്കുമ്പോൾ ചെയ്യേണ്ടെന്ന് പറയാൻ പറ്റില്ല. അത് എന്നിട്ട് വൃത്തികേടാക്കി പോവുക. അങ്ങനെ ഇവിടെയുള്ള പരിസരത്തുള്ള വീടുകൾ മൊത്തം ഇതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. അപ്പൊ ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പറാണ്. അപ്പൊ ഞാനിന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനും ബാക്കിയുള്ള ആളുകളൊക്കെ കൂട്ടിക്കൊള്ളുന്ന ഇതിന്റെ ഗൗരവം അറിയിച്ചു. അപ്പൊ അവർ ഇതിന്റെ എന്തായാലും ഒരു നടപടി, ബാരിക്കേഡ് കെട്ടുള്ള സംവിധാനം ചെയ്യും. ഈ വ്യക്തികളെ ഈ സ്ഥലത്തിന്റെ ആളുകളോട് വരണ്ടെന്ന് പറഞ്ഞപ്പോ ഇവിടെ പഞ്ചായത്തിന്റെ ബോർഡുകളും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ മുന്നിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ആൾക്കാർ ഇങ്ങോട്ട് വരും. ആൾക്കാർക്ക് ഇതിന്റെ ഗൗരവം അറിയില്ല. നമ്മളിപ്പോ താഴേക്ക് വീകണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാരെ കേൾക്കൂല. എത്രയോ താഴ്ചയുള്ള സ്ഥലമാണ്. അപകടം സംഭവിക്കുന്നുള്ള ആർക്കും ഉറപ്പാണ്. ഇന്നിപ്പോ മരിച്ച ആളെവിടെയാണ്? രാത്രി വന്നിട്ടുണ്ടാവുമല്ലോ അല്ലെ? രാത്രി 2:30 മണിക്കാണ് വന്നതെന്ന് പറയുന്നത്. അപ്പൊ 2:30 മണിക്കൊക്കെ ഇവിടെ വരേണ്ട ആവശ്യമുണ്ടോ? വിമാനം ഇപ്പൊ രാത്രി വ്യൂ ആണ്, എയർപോർട്ടിന്റെ വ്യൂ കാണാനാണെന്ന് പറഞ്ഞിട്ട് വരികയാണ്. അപ്പൊ ഇതില് അനാശാസ്ത്ര പ്രവർത്തനത്തിന് വരുന്ന ആളുകളുണ്ട്, ഇത് കാണാൻ വേണ്ടി വരുന്ന ആളുകളുണ്ട്. ഒരു പരിപാടി എടുക്കുമ്പോൾ നല്ലൊരു ചീത്ത ഉണ്ടാവുമല്ലോ. അത് ശരിയാണ്. അപ്പൊ ഇതിന്റെ ചീത്ത വശങ്ങൾ അനുഭവിക്കേണ്ട ഈ നിവാസികളാണ്. ഇന്നിപ്പോ മരണപ്പെട്ട ആള് 30 വയസ്സുള്ള മുണ്ടുപറമ്പ് പറഞ്ഞ സ്ഥലത്തുള്ള ആളാണ്. 2:30 മണിക്കങ്ങാണ്ട് വീണതാണ്. രാവിലെ ഇത് എടുക്കാൻ ഇത്ര വലിയ താഴ്ചയുള്ള സ്ഥലമായതുകൊണ്ട്, ഇറങ്ങി എടുക്കാൻ പ്രയാസമായതുകൊണ്ട് രക്തം വാർന്നിട്ടാണ് അയാളെ മരണം സംഭവിച്ചിട്ടുള്ളത്. ശരിക്കും ഇവിടെ നിൽക്കാന്ന്, ഇവിടെ നിന്നിട്ട് പരാതിന് എനിക്ക് പേടിയായിട്ടുണ്ട്. അമ്മമാര് കുണ്ടതായത്തേക്ക് വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 6 മണി വരെ സന്ദർശകരെ അനുവദിക്കേണ്ട എന്നൊരു തീരുമാനമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും നമ്മുടെ നാട്ടുകാർ അങ്ങനെ പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം, അപ്പൊ വൈകുന്നേരം 6 മണിക്ക് ശേഷം രാവിലെ 6 മണിന്റെ ഇടയിൽ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നാട്ടുകാര് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും. പോലീസിന്റെ അനുമതിയോട് കൂടി തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്ന അവരുടെ അറിവിലേക്കായിട്ട് നമ്മൾ പറയാണ്.